റോഷൻ എന്നെ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സീനാക്കും. പിന്നെ നിനക്ക് പ്രൊമോക്ക് കിട്ടേണ്ട സാധനം ഞാൻ തരും. അതുകൊണ്ട് റോഹൻ എനിക്ക് പറയാൻ സമ്മതിക്കണം. പറ്റൂല റോഹ, എനിക്ക് പറയാനുള്ള മുഴുവൻ റോഹൻ കേൾക്കും. ഇല്ല റോഹ, ഇല്ല. ബിഗ് ബോസ് മലയാളത്തിന് അത് വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുണ്ടായ സിബിൻ. അപ്പൊ പുള്ളിക്കാരനെ എനിക്ക് ആ ബിഗ് ബോസിന്റെ അകത്ത് വെച്ചൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്താണെങ്കിലും എനിക്ക് വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാര്യം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പുള്ളിക്കാരന്റെ ഇഷ്ടം, അതായത് പുള്ളിക്കാരനോട് ചോദിക്കാണ്ട് പുള്ളിക്കാരൻ അതിനുള്ളിൽ നിന്ന് പുറത്താക്കി, പുള്ളിക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ഈ സിബിനെ കണ്ടത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് പുറത്ത് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ അവിടെ വെച്ച് പറഞ്ഞു. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നേരെ ഉൾട്ടടിച്ചു. അപ്പൊ ഇനി പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. കാര്യം ഈ അടുത്ത് കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി, അതായത് അഖിൽമാരാർ റിലേറ്റഡും സിബിൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിനൊക്കെ പറ്റി പുള്ളിക്കാരൻ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപോകാം. എന്റെ ഡിസഗ്രിമെന്റ് ലാൽ സാറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി, അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞു അതിന് കൃത്യമായി മറുപടി കിട്ടാത്തതിന്റെ പേരിലാണ് എനിക്ക് അടുത്ത ദിവസം ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നതും എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നതും. അവിടെയും കൃത്യമായി എനിക്ക് മറുപടി കിട്ടാത്തതിന്റെ പേരിലാണ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച്. പിന്നെ ഞാൻ മൈക്കൂരി വെക്കില്ല, നമുക്ക് നിസ്സഹരണം പറയാതെ വേറെ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം തരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ നിസ്സഹരിക്കും. ഓക്കെ, അപ്പൊ സിബിൻ ഇവിടെ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഡിസഗ്രിമെന്റ് പറഞ്ഞപ്പോഴത്തേക്കും അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് തുടർന്നിട്ടാണ് പുള്ളിക്ക് ഡിപ്രഷൻ പോലത്തെ സംഭവമൊക്കെ അവിടെ വെച്ച് വന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളി അതിൻ്റെ ഉള്ളിൽ ഈ ഇപ്പം ലാലേട്ടനാണെങ്കിലും പുള്ളിക്കാരനെ വിമർശിച്ച ഒരു സംഭവം പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പുള്ളി അവിടെ ഇരുന്ന് കരഞ്ഞു വിളിച്ച് ലാസ്റ്റ് പുറത്തിറങ്ങി. എനിക്ക് പുള്ളിക്ക് അതായത് ആർക്കാണെങ്കിലും ഇപ്പം ലാലേട്ടൻ്റെ അതിനൊക്കെ അമ്മാതിരി ഒരു ചീത്ത കേൾക്കുമ്പോഴത്തേക്കും, അതായത് പുള്ളിക്ക് അത്രയും ചീത്ത കേൾക്കേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാൽ ഇത്രയും ചീത്ത കേൾക്കുമ്പോഴത്തേക്ക് ആർക്കായാലും വിഷമവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു സെയിം സംഭവത്തിനകത്ത് തന്നെയാണ് പുള്ളിക്കാരൻ അതിനുള്ളിൽ പുറത്തിറങ്ങിയത്. പക്ഷെ പുറത്ത് വന്നിട്ട് പുള്ളിക്കാരൻ എന്താണ്, ഞാൻ അവിടെ ഭയങ്കര സംഭവമായിരുന്നു പക്ഷെ അവരെന്നെ പിടിച്ച് പുറത്താക്കി എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. ബാക്കി നോക്കാം. എന്നെ തോൽപ്പിച്ചതാരാണ്? ഞാൻ തോൽവി സമ്മതിക്കുന്നു. എന്നെ തോൽപ്പിച്ചതാരാണ് ബിഗ് ബോസ്. അതെ, അതായത് ന്യൂട്രലൈസ് ചെയ്യാണ് അവിടെയുള്ള ഏതൊക്കെയോ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾക്ക് വേണ്ടിയിട്ട് ന്യൂട്രലൈസ്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് ആണ് സിബിനെ തോൽപ്പിച്ചതെന്നാണ് പറയുന്നത്. അത് എവിടത്തെ വർത്താനമാണത്? കാര്യം എന്തർത്ഥത്തിലാണ് ബിഗ് ബോസ് സിബിനെ തോൽപ്പിച്ചതെന്ന് പറയുന്നത്? ഇപ്പൊ ബിഗ് ബോസിന്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സിബിൻ സ്വമേധയാ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അതായത് പുള്ളിക്കാരനെ ക്യുക്തി ചെയ്ത് വന്നതായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലാണ്ട് ബിഗ് ബോസ് സിബിനെ തോൽപ്പിച്ചു, വേറെ ആർക്കെങ്കിലും വേണ്ടി ബിഗ് ബോസ് സിബിനെ തോൽപ്പിച്ചു അങ്ങനെയൊന്നും എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. ബാക്കിയുണ്ടോ? എനിക്ക് അസിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി റോഹൻ എന്ന് കഴിഞ്ഞിട്ട് അസിനെ കട്ട് ചെയ്ത് വന്നിട്ട് റോഹൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ റോഹന്റെ റിയാക്ഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറി. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോ ആണെന്ന് അത് ഏത് രീതിയിലൊക്കെ ഞാൻ മര്യാദ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ജസ്റ്റിസും ഇല്ലാതെ കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഷോ പോയതാണ് എനിക്ക് പ്രശ്നമായത്. ഓക്കെ, അപ്പൊ സിബിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഇവർ പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ടൊന്നും കേൾപ്പിക്കുന്നില്ല, അതിനകത്ത് മോശമായിട്ട് വരാം എന്നുള്ള ഭാഗം മാത്രം ആൾക്കാരെ കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് ഈ പറയുന്നത് എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുറത്ത് വന്നിട്ട് ഇനി ബിഗ് ബോസിനെ കരിവാറ്റി തേക്കാൻ വേണ്ടി പറയുന്നതും ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നത് സത്യവും ആവാം. അപ്പൊ എന്ത് വേണമെങ്കിലും ആവാം. ബാക്കിയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണെങ്കിലും ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഷോയുടെ അപ്പുറത്തേക്ക് അവിടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അതിൽ കുറെ എന്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പം ആ ജോലിനെ തന്നെ ചിലപ്പോൾ ഇത് എഫക്ട് ചെയ്തേക്കാം. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എഫക്ട് ചെയ്തേക്കാം, ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിസയുടെ ഒരു നിയമപ്രകാരം ദേ ഓൾറെഡി ഫേസിങ് കേസ്. ഈ റോക്കിയുടെ ഈ ഫിസിക്കൽ അസോൾട്ട് വിഷയം ടെലികാസ്റ്റ് ചെയ്തതിനും അതിൽ പ്രോപ്പർ ഇന്റർഫിയറൻസ് നടത്താത്തതിന്റെ പേരിൽ ഒരു കേസ് ഓൺഗോയിങ് ആണെന്നാണ് എന്റെ അറിവ്. ആ സാഹചര്യത്തിൽ ഞാനും കൂടെ അതിന്റെ മേളിൽ ഒരു കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ നിന്ന് പോവുകയാണെങ്കിൽ ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ഭക്ഷണം, അന്നം അത് നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിച്ച് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സിബിൻ ആ പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കാനുള്ള കാര്യം, ഇപ്പൊ ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ കാണുന്നതാണ്. അപ്പൊ ആ ഒരു തെറ്റ് കണ്ടിട്ട് അത് നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യം ഒന്നാണ്. കാര്യം ഇപ്പൊ ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ളവരുടെ അന്നം മുട്ടും എന്നൊക്കെ പേരിന് അത് ആ ഒരു തെറ്റ് നടന്നോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈ അഖിൽമാരാർ പറഞ്ഞ പോലെ സംഭവമൊക്കെ സിബിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ ഇപ്പൊ കാസ്റ്റിംഗ് കോച്ച് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഇപ്പൊ ആൾക്കാരെ കൊണ്ട് ഇപ്പൊ എന്റെ ബെഡ്റൂമിലേക്ക് വന്നാൽ നിനക്ക് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ചാൻസ് തരാം എന്നുള്ള രീതിക്ക് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സിബിൻ അറിഞ്ഞിട്ട് സിബിൻ മിണ്ടാണ്ടിരുന്നെന്ന് മറ്റേ അവരുടെ അന്നം മുട്ടും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്? അതിനോടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് എൻഡമോൾ ഷൈനെതിരായിരിക്കും. എൻഡമോൾ ഷൈനിലെ പ്രൊഡക്ഷൻ ടീമിന്റെ എൻഡമോൾ ഷൈനിലെ അവരുടെ അണ്ടറിലുള്ള ഡോക്ടറാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹമാണ് മെസ്സേജ് കൊടുത്തത്. അതിന്റെ മുകളിലേക്ക് മറ്റൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ ചെയ്യാനായിട്ട് ഏഷ്യാനെറ്റിന് പറ്റില്ല.
ഓക്കെ, അപ്പൊ സിബിൻ എന്റെ മോൾ ഷൈനിന് നേരെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നതിനകത്തൊക്കെ, അതായത് ആദ്യം ഇപ്പൊ അഖിൽമാരാറൊക്കെ പറഞ്ഞു എന്റെ മോൾ ഷൈനിന്റെ അവരൊക്കെ നല്ല ആൾക്കാരാണ്, ഇതിന് പുറകിനകത്തുള്ള മറ്റേ ഈ രണ്ടുപേരാണ് പ്രശ്നക്കാരെന്നൊക്കെ അഖിൽമാരാറ് പറഞ്ഞു. ഇപ്പൊ സിബിൻ പറയണതെന്ന് പറഞ്ഞാൽ എന്റെ മോൾ ഷൈനാണ് പ്രശ്നം, അതേപോലെ ഏതോ ഡോക്ടറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിക്കാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പറയാണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാണ്ടിരിക്കുക, നിങ്ങൾ വായും അടച്ചു മിണ്ടാണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ അത് പറയുകയും ചെയ്യണം. അന്ന് ആൾക്കാർക്ക് മനസ്സിലാവാനും പാടില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ജാസ്മിൻ വെളിയിലെ ആൾക്കാരിലേക്ക് മെസ്സേജ് വിടുകയാണ്, ഇതാണ് സിബിൻ കണ്ണിച്ചോരല്ലാത്തവനാണ്. സിബിൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ജാസ്മിൻ ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ ജാസ്മിൻ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചെയ്യുന്നത് വേറെ ഒരാളെങ്കിലും അവിടെ പിടിച്ചിരുത്തി ഒരു ക്യാമറയുടെ മുട്ടി പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ജാസ്മിന്റെ സൈഡ് മാത്രമേ പറയുള്ളൂ. അതങ്ങനെയാണ്. ഇപ്പൊ ഞാനാണെങ്കിലും പറയുമ്പോഴത്തേക്കും ഞാൻ മാക്സിമം എന്റെ സൈഡ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അപ്പുറത്തെ ആൾക്ക് എന്ത് വന്ന് എന്ന് ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു കാര്യം നമ്മൾ നോക്കണമെങ്കിൽ ബിഗ് ബോസിനകത്ത് എന്ന് പറഞ്ഞാൽ അവർ അതായിരിക്കും ചെയ്യുക. കാര്യം മറ്റുള്ളവനേക്കാളും ഇത്രത്തോളം നല്ലതാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാനാണ് ബിഗ് ബോസിനകത്ത് ഭൂരിഭാഗം പേര് ശ്രമിക്കുന്നത്. അതിന് തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം ജാസ്മിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെ ജാസ്മിന്റെ തെറ്റാവും. ഞാനിവിടെ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നല്ല, പക്ഷേ സിബിൻ ഈ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒലാൻസപ്പൈൻ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഐ ടെൽ യു, ഒലാൻസപ്പൈൻ അത് സ്കീസോഫ്രീനിയക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഒലാൻസപ്പൈൻ സ്കീസോഫ്രീനിയ ഡിറൈവ് ചെയ്യാൻ കണ്ടുപിടിക്കുന്നത് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൺസൾട്ട് ചെയ്താൽ സ്കീസോഫ്രീനിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. തരാൻ പറ്റത്തില്ല, അങ്ങനെ ആ മെഡിസിൻ എനിക്ക് തരാൻ പാടില്ലാത്ത മെഡിസിനാണ്. ഈ മെഡിസിൻ കിട്ടുന്ന സമയത്ത് ഇത് എന്തിനുള്ള മെഡിസിൻ ആണ് അല്ലെങ്കിൽ ചോദിച്ചിരുന്നു. അപ്പൊ എന്താ മറുപടി എന്തായിരുന്നു? ഗൂഗിൾ ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് അതിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളി ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് അത് കാണിച്ചു തന്നു. ഇത് ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ കഴിച്ചില്ല. ഇല്ല, കഴിച്ചില്ല. ഇത് റിലീസ് ചെയ്തു അപ്പോഴേക്കും? കഴിച്ചാലേ എന്നെ ഹൗസിനുള്ളിലേക്ക് വിടുന്ന പറഞ്ഞേ. കഴിച്ചാലേ വിടൂ. കഴിച്ചാൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, സിബിൻ ഹൗസിനുള്ളിലേക്ക് പോകുന്നു. ഇതായിരുന്നു എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ സിബിൻ അതിന്റെ അകത്തേക്ക് വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് കഴിക്കാത്തോണ്ട് പുള്ളിനെ പുറത്തേക്ക് വിട്ടു എന്നാണ് പുള്ളിക്കാരൻ ഇൻഡയറക്ട്ലി അതിൽ കൂടെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ എന്താണെങ്കിൽ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ബിഗ് ബോസിന്റെ പുറകിലുള്ളവർ ചെയ്യുമോ? അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു മരുന്ന്, ഈ ഒരു മരുന്ന് ഇത്രയും നാള് കൺസൾട്ട് ചെയ്യാതെ ഒന്നും അറിയാണ്ട് ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റിനെ എടുത്തു കൊടുക്കും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. ഇപ്പൊ സിബിൻ പറയുന്നതിനകത്ത് ഭയങ്കര സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ ഞാനീ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്ന കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ സിബിൻ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബിഗ് ബോസിന്റെ അവരെ തൂക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇമാതിരി പരിപാടിയൊക്കെ പുറകിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവരെ തൂക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കൗൺസിലിംഗ് പോലും ഞാൻ എടുത്തിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾ ഞാനും എന്റെ സുഹൃത്തുക്കളും വട്ടം കൂടി ചർച്ച ചെയ്ത് തീരുന്ന മാത്രമേ ഉള്ളൂ. എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് അതാണ്. ഒരു സുഹൃത്ത് പൂജയായിരുന്നു എൻ്റെ സുഹൃത്ത്. പൂജ അന്ന് വയ്യാണ്ടായി പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്ന് കരഞ്ഞു മെഴുകി നിങ്ങൾ പറയുന്ന ഭാഷയിൽ മെഴുകി തിരിച്ച് വരില്ല. എനിക്ക് തുറന്ന് വർത്താനം പറയാൻ എനിക്ക് ഒരാൾ വേണം. എനിക്ക് അങ്ങനെ ഒരാളില്ല. അതാണ് ഞാൻ നഷ്ടപ്പെട്ടത്. ബിഗ് ബോസിന്റെ അകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് ഡൗൺ വരുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിൽക്കുന്നത് ഭൂരിഭാഗം പേര് നമ്മുടെ ഒപ്പോണൻസ് ആണ്. ഭൂരിഭാഗം വരുന്നല്ല, എല്ലാവരും നമ്മുടെ ഒപ്പോണൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അത് ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ വേണം. ഇപ്പൊ ഈ പൂജ വേണം, പൂജ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സിബിൻ പുറത്തു പോകില്ല എന്നാണ് ഈ സിബിൻ പറയുന്നത്. ഇപ്പൊ പൂജ പോയതെന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര രീതിക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് പുള്ളിക്കാരി പുറത്തു പോയത്. അപ്പൊ എന്താണെങ്കിലും അതിന്റെ അകത്തുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സിബിന് നിൽക്കാൻ പറ്റൂല? ഇതിന്റെ പുറകിൽ മറ്റു കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്കൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ കയറി വരുന്ന ഒരാളാണ്, ഒരിടത്തും എത്തിയിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ജീവിതത്തിന്റെ ഏറ്റവും മൂല്യം മുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. വരുമാന മാർഗ്ഗം പ്രോപ്പറായിട്ടില്ല, എനിക്ക് ഷോസ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ കളിക്കുന്ന ആരോടാണ്? വലിയൊരു കോർപ്പറേറ്റ് ജയന്റ് ആണ് എൻ്റെ മോൾ ഷൈൻ. വലിയൊരു കോർപ്പറേറ്റ് ജയന്റ് ആണ്. അവരുടെ എതിരെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവം? എനിക്ക് ഭീഷണികളുണ്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ മോൾ ഷൈൻ്റെ ടീം തന്നെ എൻ്റെ പല സുഹൃത്തുക്കളെയും എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല, ആരും ധൈര്യമില്ല അതിനുള്ള. എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് സിബിന്റെ വീഡിയോ ഞങ്ങൾ പുറത്തുവിടും. സിബിൻ ഇതിനപ്പുറം മാനസിക വിഭ്രാന്തി ഉള്ളവനാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞങ്ങൾ പുറത്തുവിടും. അവനെ മാനസികമായിട്ട് ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഞങ്ങൾ പലതും പുറത്ത് വിട്ടിട്ടില്ല, ഞങ്ങളത് ചെയ്യും. അതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറയൂ ഇന്നും വന്നു. ഓക്കെ, അപ്പൊ സിബിന് ഭയങ്കര രീതിക്കുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഈ എൻ്റെ മോൾ ഷൈൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത്രയും രീതിക്ക് ഗുരുതരമായിട്ട് ഇപ്പൊ സിബിനെ ഭ്രാന്തനായിട്ട് ഞങ്ങൾ ചിത്രീകരിക്കും എന്നൊക്കെ ഉള്ള രീതിക്ക് അങ്ങനത്തെ രീതിക്കുള്ള ഭീഷണി, നിങ്ങളുടെ ലൈഫ് ഇല്ലാണ്ടാക്കും എന്നുള്ള ഭീഷണിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അതിനൊക്കെ എത്രത്തോളം നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷെ എന്നാലും നമ്മളെ പറ്റാവുന്ന അത്രയും നമ്മൾ നിയമപരമായിട്ട് പോകണം എന്ന് തന്നെ ഞാൻ ഈ ഒരു സംഭവത്തിനകത്ത് പറയുള്ളൂ. അപ്പോൾ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, ബൈ, സീ യു.